കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയൊരു പടയോട്ടം നടക്കുകയാണ്. പക്ഷേ അത് വോട്ടർമാരുടെ മാത്രമല്ല, നേതാക്കളുടെ പടയോട്ടമാണ്. എങ്ങോട്ടാണെന്നല്ലേ? തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് എന്ന കപ്പലിൽ നിന്നും വികസനത്തിന്റെ കരുത്തുള്ള BJP എന്ന ആധുനിക കപ്പലിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ കോൺഗ്രസ് പാളയത്തിൽ ഇപ്പോൾ കേൾക്കുന്നത് വിലാപങ്ങൾ മാത്രമാണ്. കാരണം അവരുടെ കരുത്തരായ നേതാക്കൾ ഓരോരുത്തരെയായി താമരയേന്തുകയാണ്. ഏറ്റവും ഒടുവിലായി KPCC നിർവാഹക സമിതി അംഗം RS അരുൺരാജും യുവരക്തമായ BS അനൂപും BJPയിൽ ചേർന്നിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇരുവരെയും ഷോൾ അണിയിച്ച് സ്വീകരിച്ചപ്പോൾ അത് കേരള രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു. കോൺഗ്രസിന്റെ അവസ്ഥ കണ്ടാൽ ചിരിക്കണോ കരയണോ എന്നറിയില്ല. ഒരു വശത്ത് ഭാരത് ചോഡോ എന്ന് പറഞ്ഞ് നടക്കുന്നു, മറുവശത്ത് സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ പോലും ജോയിൻ ചെയ്യിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഗ്രൂപ്പ് കളിയും ഏകാധിപത്യവും കാരണം ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് അവിടെയുള്ളവർ. RS അരുൺരാജ് പറഞ്ഞത് എത്ര ശരിയാണ്. ചോര നീരാക്കി പണിയെടുത്തവരെ കൈയൊഴിയുന്ന നിലപാടാണ് കോൺഗ്രസിന്റേത്. നേതാക്കൾക്ക് വേണ്ടത് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ പറ്റുന്ന അനുസരണയുള്ള അടിമകളെയാണ്. ചോദ്യം ചോദിക്കുന്നവരെ അവർക്ക് പേടിയാണ്. അവരെ അവർ പുറത്താക്കും. അങ്ങനെ പുറത്താക്കപ്പെടുന്നവർക്ക് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ BJP ആവേശത്തോടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും BJPയിലേക്ക് വന്നപ്പോൾ തന്നെ കോൺഗ്രസിന്റെ തകർച്ച പൂർണ്ണമായിരുന്നു. സ്വന്തം കുടുംബം പോലും വിശ്വസിക്കാത്ത ഒരു പാർട്ടിയെ പിന്നെ ആര് വിശ്വസിക്കാനാണ്? പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ്, പ്രായോഗിക രാഷ്ട്രീയമാണ്. അത് നൽകാൻ നരേന്ദ്രമോദി സർക്കാരിനും BJPക്കും മാത്രമേ കഴിയുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇവർ BJP തിരഞ്ഞെടുത്തത്? അതിൽ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകൾ കണ്ടിട്ടാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിലൂടെ ചായം പൂശി ഓടുമ്പോൾ, ഹൈവേകൾ വികസിക്കുമ്പോൾ, സാധാരണക്കാരന് കേന്ദ്ര പദ്ധതികൾ നേരിട്ടെത്തുമ്പോൾ ഏത് നേതാവിനാണ് അതിൽ ആകൃഷ്ടനാകാതിരിക്കാൻ കഴിയുക? BJPക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്, ലക്ഷ്യബോധമുണ്ട്. പക്ഷേ കോൺഗ്രസിനോ രാവിലെ എഴുന്നേറ്റാൽ ഏത് ഗ്രൂപ്പുകാരന്റെ കാല് വാരണമെന്ന് ആലോചിക്കുന്ന തിരക്കിലാണ് അവിടുത്തെ നേതാക്കൾ. കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള കരുത്തരായ നേതാക്കൾ BJPയെ നയിക്കുമ്പോൾ അത് യുവാക്കൾക്ക് വലിയൊരു പ്രതീക്ഷയാണ്. IT മേഖലയിലും വികസനത്തിലും ഇത്രയേറെ അറിവുള്ള ഒരു നേതാവിനൊപ്പം പ്രവർത്തിക്കാൻ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ആഗ്രഹിക്കും. BJPയിൽ അർഹതയുള്ളവർക്ക് അംഗീകാരമുണ്ട്, പദവികളുണ്ട്. അവിടെ ആരും ആരുടെയും കാല് പിടിക്കേണ്ടതില്ല. നാടിനു വേണ്ടി പണിയെടുത്താൽ മാത്രം മതി. കോൺഗ്രസ് ഇപ്പോൾ ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ്. അതിൽ ഇനിയും ഇരുന്നാൽ ആയുസ് പോവുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ BJPയിലേക്ക് വരികയാണ്. ഈ ഒഴുക്ക് ഇനിയും കൂടും. BJPയിലേക്ക് വരുന്ന നേതാക്കളെ തടയാൻ നോക്കുന്നതിന് പകരം സ്വന്തം പാർട്ടിയിലെ അഴിമതിയും തമ്മിലടിയും മാറ്റാൻ നോക്കൂ. വികസനത്തിന്റെ ഈ പടയോട്ടം തടയാൻ ഇനി ആർക്കും കഴിയില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാം. കേരളം മാറുകയാണ്, താമര വിരിയുകയാണ്. കോൺഗ്രസിൽ ഇപ്പോൾ സീറ്റ് കിട്ടണമെങ്കിൽ അധ്വാനിച്ചാൽ പോരാ. RS അരുൺരാജിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും അവിടെ അർഹമായ പരിഗണന കിട്ടില്ലെങ്കിൽ പിന്നെ സാധാരണ പ്രവർത്തകന്റെ കാര്യം പറയണം. നേതാക്കൾക്ക് വേണ്ടത് സ്വന്തം ബന്ധുക്കളെയും ഇഷ്ടക്കാരെയും തിരികെ കയറ്റലാണ്. എന്നാൽ BJPയിലോ അവിടെ നരേന്ദ്രമോദി മുതൽ സാധാരണ പ്രവർത്തകർ വരെ ഓരോ ലക്ഷ്യത്തോടെയാണ് പണിയെടുക്കുന്നത്. അതുകൊണ്ടാണ് അർഹതയുള്ളവർ BJPയിലേക്ക് ഒഴുകുന്നത്. ഇതിനെ കാലുമാറ്റം എന്ന് വിളിക്കുന്നവർ ഒന്നോർക്കുക, ഇത് കാലുമാറ്റമല്ല, മറിച്ച് നാടിനെ രക്ഷിക്കാനുള്ള നിലപാട് മാറ്റമാണ്. വയനാട്ടിൽ വന്ന് വോട്ട് ചോദിക്കുമ്പോൾ മാത്രം കേരളത്തെ ഓർക്കുന്ന ഒരു നേതാവാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ഇവിടെയുള്ള KPCC നേതൃത്വമാണെങ്കിൽ പരസ്പരം പാര വെക്കുന്ന തിരക്കിലും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനോ പരിഹരിക്കാനോ ഇവർക്ക് സമയമില്ല. പക്ഷേ BJP അങ്ങനെയല്ല. 24 മണിക്കൂറും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. മോദിയുടെ വികസന ഗ്യാരണ്ടി വെറും വാക്കല്ല എന്ന് കേരളത്തിലെ ഓരോ വോട്ടർമാർക്കും ഇന്നറിയാം. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ തട്ടകങ്ങളിൽ ഇന്ന് താമര വിരിയുന്നത്. BJP വരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ച് വോട്ട് വാങ്ങുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് BJP വന്നാൽ വികസനം വരും, പിന്നെ ഞങ്ങൾ എന്തിന് പേടിക്കണമെന്നാണ്. നേതാക്കൾ BJPയിലേക്ക് പോകുന്നത് കണ്ട് അസൂയ മൂത്ത് കുറ്റം പറയുന്നവർ സ്വന്തം പാർട്ടിയുടെ ഗതിയൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. കോൺഗ്രസ് ഇപ്പോൾ നിലവാരമില്ലാതെ മാറിയിരിക്കുകയാണ്. നല്ല പവറുള്ളവരൊക്കെ BJPയിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ മാറ്റം മാത്രമല്ല, ഒരു ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ്. പതിറ്റാണ്ടുകളായി ഒരേ കസേരയിൽ ഇരുന്ന് തഴമ്പിച്ച നേതാക്കൾക്ക് താഴെ തട്ടിലെ പ്രവർത്തകരുടെ വിയർപ്പിന്റെ വില അറിയില്ല. എന്നാൽ BJP എന്ന പ്രസ്ഥാനം ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത് ഓരോ പ്രവർത്തകനും അർഹമായ പരിഗണന
പരിശീലനം നൽകുന്ന രീതിയാണ്. കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഒരുതരം രാഷ്ട്രീയ അന്ധതയിലാണ്. സ്വന്തം പാളയത്തിൽ നിന്ന് ആളുകൾ പോകുന്നത് കാണുമ്പോൾ അവർക്ക് പറയുന്നത് അവർക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടത് ജനങ്ങളെ സേവിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. അത് കോൺഗ്രസിൽ അസാധ്യമാണെന്ന് അരുൺ ജാർജിനെ പോലെയുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവിടെ വികസനമല്ല, മറിച്ച് ഗ്രൂപ്പ് കളിയും മറ്റുമാണ് പ്രധാന ചർച്ചാ വിഷയം. എന്തുകൊണ്ടാണ് കേരളത്തിലെ യുവാക്കൾ ഇന്ന് താമരയിലേക്ക് ആകൃഷ്ടരാകുന്നത്? ഉത്തരം ലളിതമാണ്. അവർക്ക് വേണ്ടത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് കൺമുന്നിൽ കാണുന്ന വികസനമാണ്. ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ തല ഉയർത്തിപ്പിടിക്കുന്ന നരേന്ദ്രമോദിയുടെ കരുത്തുറ്റ നേതൃത്വം ഏതൊരു ദേശസ്നേഹിയെയും ആവേശഭരിതനാക്കും. വടക്കേ ഇന്ത്യയിലെ വികസനം കണ്ട അത്ഭുതപ്പെട്ട മലയാളിക്ക് ഇന്ന് സ്വന്തം നാട്ടിലും അത്തരം മാറ്റങ്ങൾ വരുന്നത് കാണാൻ ആഗ്രഹമുണ്ട്. ആ മാറ്റത്തിന് ചുക്കാൻ പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. കരുത്തരായ നേതാക്കൾ BJP നയിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കാൻ ആർക്കാണ് ആവേശമില്ലാത്തത്? ഇനി കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഇപ്പോൾ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് പോലെയാണ്. രോഗം മാറ്റാൻ അവർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, അത് കഴിക്കുന്നതും അപകടമാണ്. ഗ്രൂപ്പ് പോരിലും തമ്മിലടിയിലും മുങ്ങിത്താഴുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു നാടിനെ നയിക്കാൻ കഴിയുക? സ്വന്തം MLA-മാരെയും MP-മാരെയും പോലും വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ അവർ എത്തിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ആത്മാഭിമാനമുള്ള ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ആ പാർട്ടിയിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കും. BS അനൂപിന്റെയും അരുൺ രാജിന്റെയും മാറ്റം കേവലം വ്യക്തിപരമായ തീരുമാനമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലിരിപ്പാണ്. അവർക്ക് വഴി കാണിക്കാൻ ധീരമായ ഒരു തീരുമാനം ഇവർ എടുത്തു എന്ന് മാത്രം. RS അരുൺ രാജ് തുറന്നടിച്ചതുപോലെ ഏകാധിപത്യ മനോഭാവമുള്ള കുറച്ച് നേതാക്കളുടെ പോക്കറ്റിലാണ് ഇന്ന് ആ പാർട്ടി. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന, ജനാധിപത്യം പ്രസംഗിക്കുകയും പ്രവൃത്തിയില്ലാതെ തീരെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു തമാശ കൂട്ടമായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം വാഗ്ദാനങ്ങൾ വാരി വിതറുകയും പിന്നീട് അത് വിഴുങ്ങുകയും ചെയ്യുന്ന പരിപാടി ഇനി നടക്കില്ലെന്ന് അനൂപിനെ പോലെയുള്ള നേതാക്കളുടെ പടിയിറക്കം തെളിയിക്കുകയാണ്. KSUവിലും യൂത്ത് കോൺഗ്രസിലും സജീവമായിരുന്ന ഒരു യുവ നേതാവ് പോലും പാർട്ടി വിടണമെങ്കിൽ കോൺഗ്രസ് എത്രത്തോളം ജീർണിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നേതാക്കളെ പിടിച്ചു നിർത്താൻ പോലും കഴിവില്ലാത്ത നേതൃത്വമായി കോൺഗ്രസ് തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീഴുമ്പോൾ നാടിന്റെ വികസനത്തിനായി BJP പുതിയ കരുത്തോടെ മുന്നേറുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരിക്കും. BJPയിലേക്ക് ഒഴുകുന്ന ഈ നേതാക്കൾ നാളെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ മാറ്റത്തിന്റെ വിത്തുപാകും. അസൂയപ്പെടുന്നവർക്ക് അസൂയപ്പെടാം, കുറ്റപ്പെടുത്തുന്നവർക്ക് കുറ്റപ്പെടുത്താം. പക്ഷേ വികസനത്തിന്റെ ഈ പ്രവാഹം തടയാൻ ആർക്കും കഴിയില്ല. മുങ്ങുന്ന കോൺഗ്രസ് കപ്പിൽ നിന്ന് രക്ഷപ്പെട്ട വികസനത്തിന്റെ താമരത്തോണിയിൽ കയറുന്നവർക്ക് മാത്രമാണ് ഇനി രാഷ്ട്രീയത്തിൽ ഭാവി. മാറ്റം അനിവാര്യമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.